ഹായ് ഫ്രണ്ട്സ്, പലപ്പോഴായിട്ട് നമ്മളുടെ വീടുകളിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയുന്നതിന് മുന്നേ നമുക്ക് വീട്ടിൽ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ കൊണ്ടാണ് കേട്ടോ വന്നുള്ളത്. കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്സ് നോക്കാം. നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു ബാഗുകളാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം വരുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ ഇതിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഈസി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. വെജിറ്റബിൾസ് ഒന്നും വാടി പോവാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ ബാഗ് കിട്ടുമ്പോൾ കളയല്ലേ കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസ്, സോയാ സോസൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലത്തെ പാക്കറ്റുകൾ കിട്ടാറുണ്ടല്ലോ. നല്ല ബോട്ടിൽ പോലെ ഉണ്ടാവും അതിൻ്റെ വായ്ഭാഗം. അപ്പോൾ അതിൽ കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ദേഹത്ത് വേദനയുള്ള ഭാഗത്തൊക്കെ ചൂട് പിടിക്കാനായിട്ട് നമുക്ക് ഈ ബാഗ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐസ് ബാഗായിട്ടും ഇതേ ബാഗിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ തണുപ്പ് പിടിക്കാന് വേണ്ടിയിട്ട് നമ്മൾ പിടിക്കാനൊക്കെ നല്ല സുഖമായിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ കയ്യിനൊന്നും ഒരു മരവിപ്പൊന്നും ഇല്ലാണ്ട് ഐസ് വെച്ചിട്ട് നമുക്ക് ദേഹത്തൊക്കെ പിടിക്കാനുമായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് ഏറെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് നോക്കാം. നമ്മൾ പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറുത്ത് പോകാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ കറുത്ത് പോകാതിരിക്കാനും പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ടിപ്പ് ചെയ്താൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴം കറക്കില്ല. അതേപോലെ തന്നെ പ്രാണികൾ ഒട്ടും തന്നെ വന്ന് ഇരിക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. നമ്മൾ പഴത്തിൻ്റെ ഈ ഒരു മുറിച്ചെടുക്കുന്ന ഭാഗമല്ലേ, ആ ഭാഗത്ത് ഈ മെഴുകുതിരി ഒന്ന് കത്തിച്ചിട്ട് അതിങ്ങനെ ഒറ്റിച്ച് കൊടുക്കാം. മെഴുക് അവിടെ ഒരു ചെറിയൊരു കോട്ടിങ് ആവുന്ന രീതിയിൽ ഒറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പഴം ഒരുപാട് ദിവസം തൊലിയൊന്നും കറക്കാണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്നിരിക്കുകയില്ല. ഈ ഭാഗത്ത് ഇങ്ങനെയാണ് പഴുത്ത് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെയാണ് പെട്ടെന്ന് തന്നെ പ്രാണികളൊക്കെ വന്നിരിക്കുക. നമ്മൾ സാധാരണ ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ ആപ്പിൾ വാങ്ങുമ്പോൾ പുറത്തൊക്കെ ഒരു മെഴുകിൻ്റെ കോട്ടുണ്ടാവില്ലേ, കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ സേഫായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്കൊന്നും ഒട്ടും തന്നെ ഇത് മെഴുകാവാത്ത രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് പഴം കഴിക്കുക. അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പഴം ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ. അതും നല്ലൊരു ബെനിഫിറ്റാണ്. തൊലി കറുത്ത് പോകാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടൊരു പാൻറ്റ് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ കളറും അതിൻ്റെ പാറ്റേണൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ നോക്കുമ്പോൾ ഒരല്പം ലൂസാണ്. നമ്മളെ അരയുടെ ഭാഗം കുറച്ച് ലൂസാണ്. അപ്പോൾ നമുക്കൊന്ന് ഒരു 2 ഇഞ്ചോളം കുറയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ ആ 2 ഇഞ്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എല്ലാവർക്കും, ഈ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും അത് അരവണ്ണം ചുരുക്കിയെടുക്കാവുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അതിന് മെഷീൻ വേണമെന്നില്ല. നിങ്ങൾക്ക് കയ്യിൽ സൂചി നൂലും വെച്ച് തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് എലാസ്റ്റിക് വേണം കേട്ടോ. എലാസ്റ്റിക് വെച്ച് അടിച്ചിട്ടാണ് നമ്മളിത് ഇതിൻ്റെ വണ്ണം ചുരുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെന്ന് അതിൻ്റെ ബാക്കിൽ അരഭാഗത്ത് ചെറുതായിട്ടൊരു കീറൽ കൊടുത്തിട്ട് ഉള്ളിൽ കൂടെ എലാസ്റ്റിക് വെച്ച് അടിച്ചാലും ഓക്കെയാണ്. പക്ഷേ അതാവുമ്പോൾ അവിടെ നമ്മൾ ജീൻസിൽ നമ്മൾ ഒരു കീറലുണ്ടാക്കണം. ആ കീറലൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റിച്ചിങ് മാത്രം കൊടുത്തിട്ട് നമുക്ക് ആവശ്യ സമയത്ത് അത് അഴിച്ച് മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററായിട്ടുള്ള ഭാഗം നോക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് വലിച്ചിട്ട് വേണം പിൻ ചെയ്യാനായിട്ട്. നമുക്ക് എത്രത്തോളം ചുരുങ്ങണം അതിനനുസരിച്ച് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെഷീൻ യൂസ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൈ വെച്ചിട്ട്, ഇപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്ക് കൈ വെച്ചിട്ട് ഇത് എങ്ങനെ തുന്നേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രമേ ഞാൻ ഇപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ കയ്യിലും സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അത് എലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു സൂചി നൂലും എടുത്തിട്ട് ഇതെങ്ങനെയാണ് കൈ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തുന്നിയെടുക്കുക എന്നുള്ളതല്ലേ. സാധാരണ നോർമലായിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് ഇടാൻ അറിയുന്നവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡ് ഞാൻ വീണ്ടും പിൻ ചെയ്തിട്ടുണ്ട്. പിൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എലാസ്റ്റിക് നല്ല വലിച്ച് പിടിച്ചിരിക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോഴേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കത് ചുരുങ്ങി കിട്ടുള്ളൂ. അപ്പോൾ വലിച്ച് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ.
നമ്മളുടെ ചൂണ്ടുവിരൽ നന്നായിട്ട് വലിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിത് ജീൻസ് ചുരുങ്ങിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മൾ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അപാകത ഉണ്ടാവില്ല, നല്ല ഫിറ്റായിട്ട് നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ കൊടുത്ത് ചെറുതാക്കുന്നതിനേക്കാളും ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് എന്താണെന്ന് നോക്കാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും നമ്മളുടെ വീട്ടിലേക്ക് വരാറുള്ള സംഭവമാണ് ഒരുപാട് കവറുകൾ. കടയിൽ പോയിട്ട് വന്നാലേ ഒരുപാട് കവറുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത്തരം കുറച്ച് കവറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കവറുകൾ നമുക്ക് ഒന്ന് റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കിച്ചണിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡിലുള്ള ഓപ്പൺ ചെയ്ത് നമുക്കൊരു സ്ക്വയർ പീസ് കിട്ടുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഞാനിത് അതിൻ്റെ താഴ്ഭാഗവും സൈഡിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. എങ്ങനത്തെ കവർ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചപ്പാത്തി മാവ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുകൾ, ഉപ്പ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവർ, അങ്ങനത്തെ എന്ത് കവറുകളും നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ പീസാക്കി എടുക്കുന്നുണ്ട്. ഒരേ സൈസിനുള്ള തന്നെ കിട്ടിയില്ലെങ്കിലും നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള 3-4 കവറാണ്. ഒന്നൊരല്പം വലിയ കവറായത് കാരണം നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ കവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള എല്ലാ കവറും ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയ ഭാഗങ്ങളായിട്ട് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്ക്വയർ പീസ് വരുന്ന രീതിയിൽ ഏതാനും ഒരേ വലിപ്പത്തിൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ചെറിയതുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, അതൊക്കെ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പീസുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കവറും ഇതേപോലെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ചെറിയ പീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇതേപോലെ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുത്ത് എല്ലാം അടുക്കി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു പ്രിൻറ്റും ഇല്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ വയ്ക്കുന്ന സമയത്ത് ചൂട് തട്ടുന്ന സമയത്ത് ചിലപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ മഷി അതിലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. വെറും പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറാണ് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. നല്ല ചൂടിൽ അയൺ ചെയ്യണം കേട്ടോ. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് എല്ലാ കവറും ഒരേപോലെ സെറ്റായി കിട്ടും. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കനമുള്ള തിക്കായിട്ട് നല്ലൊരു ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഏറെ ഉപയോഗമുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ തിക്കായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ഷീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കളർ പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ സാധാരണ എൻ്റെ കയ്യിലുള്ള ഒരു ചിരവയാണ് തേങ്ങ ചിരകി എടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിലുള്ളൊരു ചിരവയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേങ്ങ ചിരകുന്ന സമയത്ത് ഇതിൻ്റെ താഴത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പ്ലേറ്റൊക്കെ വെക്കുന്ന സമയത്ത് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുറേ ഭാഗം പുറത്തേക്ക് പോവും. പിന്നെ അവിടെ നമ്മൾ തുടയ്ക്കണം, ക്ലീൻ ആക്കണം ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചിരകുമ്പം ഒട്ടും തന്നെ പുറത്തേക്ക് പോവില്ല. നല്ല വൃത്തിയായിട്ട് ചിരകി എടുക്കാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഫിക്സ് ചെയ്യുന്ന ചിരവയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനൊരു വഴിയുണ്ട് കേട്ടോ. ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഷീറ്റ് നമുക്ക് ആ ചിരവയുടെ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് തേങ്ങ ചിരകി എടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് തേങ്ങ ചിരകി എടുക്കാനായിട്ട് പറ്റും. ചിരകുന്ന തേങ്ങ ഒട്ടും തന്നെ പുറത്തേക്ക് പോവില്ല. ആവശ്യം കഴിഞ്ഞാൽ കഴുകി നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.